ഏകദേശം ഒരു 5-6 മാസമായി ഈ ചെറിയ അലമാര പോലത്തെ സാധനം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് മെയിനായിട്ട് ഞാൻ മേടിച്ചത് ഇതിനകത്ത് ചെറിയ ചെറിയ ഡ്രസ്സ് ഇട്ട് വെക്കാൻ വേണ്ടിയാണ്. ഇതിന് വലിയ വലിപ്പമൊന്നുമില്ല, അത് കണ്ടോ. ഒരുപാട് ജീൻസും അങ്ങനത്തെ സാധനമൊന്നും ഇട്ട് വെക്കാൻ പറ്റില്ല, ചെറിയ സാധനങ്ങൾ മാത്രമേ അതിനകത്ത് ഇട്ട് വെക്കാൻ പറ്റുള്ളൂ. ഇതിന് 4 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിലിപ്പം കണ്ടില്ലേ, ഇങ്ങനെ 4 എണ്ണം ഉണ്ട്. ഇങ്ങനെയാണ് ഡോറ് ഇതിൻ്റെ തുറക്കുന്നത്. ഇങ്ങനെ തുറക്കുക, അതിനകത്ത് വെക്കുക. എല്ലാത്തിലും സാധനമുണ്ട്. ഇത് മേടിച്ചതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഡ്രസ്സുകളില്ലേ, നമ്മുടെ സോക്സ്, ഷഡ്ഡി, അങ്ങനത്തെ സാധനമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു സാധനം മേടിച്ചത്. ഇതിൻ്റെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇത് സെറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് പണിയായിരുന്നു. ഞാൻ കുറേ സമയം എടുത്തിട്ടാണ് ഈ ഒരു സാധനം സെറ്റ് ചെയ്തത്. ഇതിങ്ങനെ ഓരോ ലോക്കാണ് വരുന്നത്. അപ്പം ഈ ഒരു ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് സെറ്റ് ചെയ്യാനാണ് ഒരു ടക്കെന്നൊരു സൗണ്ട് വരണം, എന്നാലാണ് ഇതേപോലെ സെറ്റായിരിക്കുകയുള്ളൂ. അത് ചെയ്യാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഒരു നെഗറ്റീവ് തോന്നിയത് ഇതിൻ്റെ പുറകിൽ ഈ ഒരു ഭാഗത്തുണ്ടോ, ഇവിടെ ഒരു ഓട്ടയുണ്ട്. ആ ഒരു ഓട്ടയിൽ കൂടെ നമ്മുടെ പാറ്റയൊക്കെ ഇതിനകത്ത് കയറിയിരിക്കും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് വെക്കാൻ പറ്റും. വേറെ ഒരു അലമാരയൊക്കെ മേടിച്ച് വെക്കണേൽ എന്ത് പൈസയാവുമെന്ന് അറിയില്ലേ. ഇതിന് വലിയ പൈസയും ഇല്ല, സുഖമായിട്ടിങ്ങനെ വെക്കാൻ പറ്റും. വലിയ വെയിറ്റും ഇല്ല, കാണാനും രസമുണ്ട്. ഇത് ആർക്കാണ് കൂടുതൽ ഉപകാരപ്പെടുക എന്ന് പറഞ്ഞാൽ, വീട്ടിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാനും, അല്ലെങ്കിൽ കടകളിൽ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കുന്നത്, ഇപ്പോൾ ബ്യൂട്ടി പാർലറോ അങ്ങനത്തെ ചെറിയ കടകളിൽ ടവലും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ, അതിനൊക്കെ ഇത് അടിപൊളിയായിരിക്കും. ഇതേപോലെ ഒരു 4 സെറ്റൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും. ദിസ് ഈസ് യുവർ റിവ്യൂ ബഡി. മാസങ്ങളോളം യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത ഐറ്റംസ് മാത്രമാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഓൺലൈനിൽ കിട്ടുന്ന ഒട്ടുമിക്ക എല്ലാ പ്രോഡക്റ്റിൻ്റെയും പക്ക റിവ്യൂവിനും ജെനുവിൻ ഫീഡ്ബാക്കിനും വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. എന്തായാലും പിന്നീട് ആവശ്യം വരും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ ഫീഡ്ബാക്ക് അറിയണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തോ.